ഉത്തരാഖണ്ഡിലെ 4ാമത്തെ ദിവസമായ ഇന്ന് ഞങ്ങൾ കുതിരപ്പുറത്തൊക്കെ ചാടിക്കയറി കേദാർനാഥിലേക്ക് പോവുകയാണ്. സോൻപ്രയാഗിൽ നിന്നും ബേസ് ക്യാമ്പായ ഗൗരികുണ്ടിലേക്ക് വരുന്ന വഴി ഒരു ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ കണ്ട ഹാങ് ഓവറിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ വന്ന ജീപ്പൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് എന്താ സംഭവം എന്നറിയേണ്ടിയിട്ട് ശ്രീയും കുറച്ച് ആൾക്കാരും ഒക്കെ ഇറങ്ങിയിട്ട് നോക്കാൻ പോയതാണ്. അപ്പോഴാണ് അവരെ മുന്നിലായിരുന്നു ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായത്. ആ സമയത്ത് ശ്രീയൊക്കെ ഒരു ഓട്ടോ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴോർക്കുമ്പോൾ ചിരിയാണ്, പക്ഷെ ആ സമയത്ത് അത്രയും പേടിച്ചായിരുന്നു. അവിടുന്ന് മനസ്സിൽ കയറിക്കൂടിയ പേടിയാണ് തിരിച്ചിറങ്ങുന്നത് വരെ ഓരോ അനുഭവങ്ങളായിരുന്നു. ബേസ് ക്യാമ്പായ ഗൗരികുണ്ടിൽ നിന്നും 16 കിലോമീറ്റർ ട്രക്കിംഗ് നടത്തിയാലാണ് നമുക്ക് മലമുകളിലെ കേദാർനാഥ് ക്ഷേത്രത്തിൽ എത്താൻ പറ്റുക. 4 വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേദാർനാഥിലേക്ക്. ഒന്ന് ഇതേപോലെ കുതിരപ്പുറത്ത് പോവാം, അല്ലെങ്കിൽ നടന്നിട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ ആൾക്കാരിങ്ങനെ ചുമലിൽ അവരുടെ പുറത്ത് വെച്ചിട്ട്, ഈ വീഡിയോയിൽ കാണാം, അവരുടെ പുറത്ത് വെച്ചിട്ട് എടുത്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമുക്ക് ഹെലികോപ്റ്ററിൽ പോകാം. ഹെലികോപ്റ്ററിൽ പോയാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിപ്പെട്ടാൻ പറ്റും. പക്ഷേ ഇതുപോലെ ട്രെക്കിംഗ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 10-11 മണിക്കൂർ എടുക്കും അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഹെലികോപ്റ്ററിന് ഒരാൾക്ക് 3500 റേറ്റ് വരും 1 വേക്ക്. ട്രെക്കിങ്ങിനോടൊന്നും താല്പര്യമില്ലാത്തവർക്കും ജസ്റ്റ് കേദാർനാഥ് ടെമ്പിളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്നുള്ളവർക്കും ഹെലികോപ്റ്റർ നല്ല ചോയ്സാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ട്രെക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത് ട്രെക്കിംഗ് ആണ്. അങ്ങോട്ട് പോകുമ്പം കുതിരപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അതും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ആ ഒരു ജേണി. അതുകൊണ്ട് ഞങ്ങൾ കുതിര സെലക്ട് ചെയ്തു. അങ്ങോട്ട് പോകുമ്പം തിരിച്ചു വരുമ്പം നടക്കാമെന്നും വിചാരിച്ചു. കുതിരയുടെ റേറ്റ് 3800 രൂപ വരുവേ 1 വേ. സീസൺ അനുസരിച്ചിട്ട് ഈ റേറ്റുകൾക്കൊക്കെ ചെറിയൊരു വ്യത്യാസം വരുവേ. പകുതി ദൂരം കഴിഞ്ഞപ്പം ശ്രീയുടെ കുതിര എങ്ങനെയോ സ്ലിപ്പായിട്ട്, എങ്ങനെയാണെന്നറിയില്ല, വീണുപോയി. കൂടെ നൈസായിട്ട് എൻ്റെ ഭർത്താവും വീണു. ഇപ്പോൾ ഇതിങ്ങനെ കോമഡി ആയിട്ടൊക്കെ പറയുന്നു, പക്ഷെ ആ സമയത്ത് നല്ലോണം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് നല്ല സ്പേസുള്ള വഴിയായതുകൊണ്ട് കൊക്കയിലൊക്കെ ഒന്നും വീഴാണ്ട് രക്ഷപ്പെട്ടു. 16 കിലോമീറ്റർ മലമുകളിലേക്ക് ഇതുപോലെ വെയിറ്റും എടുത്ത് നടക്കുമ്പം അതിനും ഉണ്ടാവുമായിരിക്കും ക്ഷീണം. ഞങ്ങൾക്ക് മോൻ്റെ കാര്യത്തിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്കൊരു കുതിരപ്പുറത്ത് സെറ്റാവുമോ ഇരിക്കുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നേ. പക്ഷെ അവൻ കൂളായിരുന്നു. അവൻ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു. ഞാൻ പേടിച്ച് വിറച്ചിട്ട് ആ കുതിരപ്പുറത്ത് പോകുന്നത്. ഒരു സൈഡ് നോക്കിയാൽ കൊക്ക, അപ്പുറത്തെ സൈഡാണെങ്കിൽ പാറക്കല്ലുകൾ. അതേത് സമയത്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകാമെന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയും. ഈ വഴിയാണെങ്കിൽ ഇടുങ്ങിയ വഴിയും, അതിലാണെങ്കിൽ നിറയെ ആൾക്കാരും, അമ്പലത്തിലേക്ക് പോകുന്നവരും തിരിച്ച് മല ഇറങ്ങുന്നവരും, അതുകൂടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർ വേറെ, കുതിരപ്പുറത്ത് പോകുന്നവർ വേറെ, പുറത്ത് കയറ്റി കൊണ്ടുപോകുന്നവർ വേറെ. ഒന്നും പറയണ്ടായ അവരവസ്ഥ. പോരാത്തതിന് കുതിര കുറച്ചൊന്ന് സ്ലോ ആകുമ്പോഴേക്കും ഈ കുതിരേൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവർ ഈ കുതിരയെ നല്ലപോലെ അടിക്കുമ്പം ഇതൊരു തുള്ളലുണ്ട്. ആ തുള്ളൽ കാണുമ്പോണ്ടല്ലോ ഞാൻ വിചാരിക്കും ഇപ്പം കൊക്കയിലേക്ക് വീണുപോയി. കാല് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാൽ കൊക്കയിലേക്ക് പോകും. സത്യം പറഞ്ഞ് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവിടെ എത്തുന്നത് വരെ ജീവനും കൈമ പിടിച്ചിട്ടാണ് പോയത്. ഇപ്പോഴും എനിക്കത് ഓർമ്മിക്കുമ്പോൾ പേടിയാ കുതിരപ്പുറത്ത്. ഇതിനേക്കാൾ സുഖം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നിട്ട് മല കയറുന്നതായിരുന്നു. ഈ കുതിര ഓടുമ്പോഴില്ലേ, ഈ ചെറിയ ഇടുങ്ങിയ വഴിയൊക്കെ ആകുമ്പം ഓടുന്ന സമയത്ത് ഈ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വീണ് പോകുന്നുണ്ട്. അപ്പോൾ അവരെ ചവിട്ടിയിട്ടും ഈ കുതിര പോകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ടെൻഷനാവും. ഈ കാണുന്നത് കുതിരക്ക് മാത്രം പോകാൻ പറ്റുന്ന 1 വേ ബ്രിഡ്ജാണ്. നടക്കുന്നവർക്ക് വേറെ വഴിയുണ്ട്. ഇവിടുന്ന് ഡൈവേർട്ടാവും. നടക്കുന്നവർ വേറെ വഴിക്ക്, കുതിര ഇതിലേക്കൂടി പോകുന്നവർ ഇത് വഴിക്ക്. അതുകൊണ്ട് ഇവിടെ റഷ് കുറവ് ഈ ബ്രിഡ്ജിൽ. 2013 ഇവിടെ വലിയൊരു മേഘവിസ്ഫോടനം നടന്നിട്ടുണ്ടായിരുന്നു പോലും. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും അത്ര തന്നെ ആൾക്കാർ മിസ്സിങ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ കുത്തിയൊലിച്ച് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു പോലും ആ സമയത്ത്. ഞങ്ങളീ പോകുന്ന ദിവസം നല്ല ക്ലൈമറ്റായിരുന്നു. നല്ല കോടയൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഹോട്ടലുകൾ ഉണ്ടാവുകയെ ചില സ്ഥലങ്ങളിലൊക്കെ. അവിടെയൊക്കെ ഇവർ നിർത്തും. ഞങ്ങളിപ്പോൾ രാവിലെ ഒരു 10:30 ആകുമ്പോഴേക്ക് കുതിരപ്പുറത്ത് കയറിയതാണ്. വൈകുന്നേരം ഒരു 4:30 കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അതിനിടയിൽ 2-3 സ്ഥലത്ത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി. പിന്നെ അത്യാവശ്യം റെസ്റ്റ് എടുക്കാൻ. കുതിരപ്പുറത്ത് കണ്ടിന്യൂ യാത്ര ചെയ്യുമ്പം കാലും തൊടയൊക്കെ നല്ല പെയിൻ ഉണ്ടാവും. അപ്പം കുതിരക്കാരോട് പറഞ്ഞിട്ടാകുമ്പം അവരിങ്ങനെ ഇതേപോലെ സ്റ്റോപ്പ് ചെയ്യും ഓരോ സ്ഥലത്ത്. കുതിരക്ക് കുടിക്കാൻ വേണ്ടിയിട്ടും അവിടെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ടാവുകയെ.
ഈ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ ടെൻറ്റുകളാണ്. ഇങ്ങനെ നടന്നിട്ടും ഇതേപോലെയൊക്കെ യാത്ര ചെയ്ത് വരുമ്പം ക്ഷീണിച്ചവർക്കൊക്കെ പകുതിക്ക് വേണമെങ്കിൽ ഇതേപോലെ ടെൻ്റ് എടുത്ത് താമസിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ പിന്നെയും യാത്ര തുടരാം. എൻ്റെ മോനെ നോക്കിയേ, എന്താ ചിരി കുതിരപ്പുറത്ത് വരുന്ന സന്തോഷത്തിൽ. ഈ പിള്ളേരൊക്കെ നടന്ന് ടയേർഡായി. ഈ കുതിരപ്പുറത്ത് വരുന്ന ഞങ്ങൾക്കാണ് റെസ്റ്റ് വേണ്ടത്. ഈ കുതിരയും വലിച്ചു കൊണ്ടുവരുന്ന ഈ പിള്ളേരുണ്ടല്ലോ, 2 ചെറിയ പിള്ളേരാണ് ഉണ്ടായിരുന്നത്. അവർക്ക് റെസ്റ്റൊന്നും വേണ്ട. ഞങ്ങൾ റെസ്റ്റിന് പറയുമ്പം അവർ വേണ്ട, പോകാ പറയും. അവരത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല റെസ്റ്റ് എടുക്കാൻ. എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ ഇവിടെ മുകളിൽ കൊണ്ടുവിട്ടിട്ട് വേണം അവർക്ക് തിരിച്ച് താഴെ ഇറങ്ങിപ്പോവാൻ. നമ്മളിവിടെ എത്തുന്നതേ 4:30 കഴിയുമ്പോഴാണ്. പിന്നെയും ഒരു 4-5 മണിക്കൂർ എടുത്തിട്ട് വേണം അവർക്ക് താഴെ എത്താൻ. അപ്പോൾ അതുകൊണ്ട് അവർ അതിനുവേണ്ടി വേഗം സ്പീഡപ്പ് ആക്കാൻ പറയും. അവർക്കൊരു ക്ഷീണവും ഇല്ല, ടയേർഡും ഇല്ല, അവർക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ അവർ ഡെയിലി കയറി ഇറങ്ങുന്നുണ്ട്, അവർ യൂസ്ഡ് ആയിരിക്കും. ഈ കാണുന്നത് ഐസ് കട്ട പിടിച്ചിട്ടിരിക്കുന്നതാണ്. ഇതേപോലെ കുറേ സ്ഥലങ്ങളിലുണ്ട് ഐസ്, അതേപോലെ വെള്ളച്ചാട്ടം, അങ്ങനെയൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ട് വരുമ്പോൾ കാണാൻ. ഒരു പകുതി ദൂരമൊക്കെ കഴിഞ്ഞപ്പം വഴികളൊക്കെ കുറച്ച് നല്ല വിസ്തീർണമുള്ള വഴികളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ റഷൊക്കെ കുറച്ച് കുറഞ്ഞു. അങ്ങനെയുള്ള സമയത്തൊക്കെ കുതിരയായിട്ട് കുറച്ച് അഡ്ജസ്റ്റായേ. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്ന ഏതോ ഒരു പരസ്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആ രുചി കൂടിയാലും ഇല്ലെങ്കിലും ഉയരം കൂടുന്തോറും ഓക്സിജൻ്റെ അളവ് കുറയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. കേദാർനാഥിലെത്താൻ ആഗ്രഹം മാത്രം പോരാ, കേദാർനാഥൻ വിളിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റൂന്ന് ആരോ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് നേരെ ലഡാക്കിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ പഹൽഗാം ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ലഡാക്ക് എന്നുള്ള പ്ലാൻ മാറ്റി കാശ്മീരിൽ നിന്നും നേരെ കേദാർനാഥിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളിപ്പോൾ കേദാർനാഥിലെത്തി. കുതിര ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഒരു 4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ആ നടത്താണ് ഈ കാണുന്നത്. 5-6 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അതിന് കണക്കായ നല്ലൊരു ക്ലൈമറ്റും, നല്ല കോടയൊക്കെ ഇറങ്ങി തണുത്ത നല്ല ക്ലൈമറ്റും. ഇവിടെ പിന്നെ അങ്ങനെ കാര്യമായി ഹോട്ടൽസ് ഒന്നും കിട്ടില്ലേ. ഗവൺമെൻറ് ഡോർമെട്രി ഉണ്ട്, പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്കും അതൊക്കെ ഫുള്ളായിരുന്നു. ഞങ്ങൾ എന്നിട്ടൊരു ടെൻറ്റാണ് എടുത്തത്. 600-1000 രൂപ റേഞ്ചിലൊക്കെ നല്ല ടെൻറ്റുകൾ കിട്ടും. ടെൻറ്റിന് പുറത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. ഞങ്ങൾ അവിടെയൊക്കെ ഫുൾ ചുറ്റിക്കറങ്ങി കണ്ടുവേ. മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗ് ആയിരുന്നു. കഴിഞ്ഞ തവണ ഷിംലയിൽ പോയപ്പോൾ പുഴക്കരയിൽ ഒരു ടെൻറ്റ് സ്റ്റേ ചെയ്തായിരുന്നു. അപ്പോഴേ മനസ്സിൽ കയറിക്കൂടിയ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ മലമുകളിലും ഒരു ടെൻറ്റ് സ്റ്റേ ചെയ്യണമെന്ന്. ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു. ആ സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഈ സന്തോഷത്തിന് അധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. സന്ധ്യയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ മോന് നല്ല പനി വന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലമല്ലേ, പനി കൂടിയിട്ടോ എന്താണെന്നറിയില്ല, എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയാൻ തുടങ്ങിയേ. ആദ്യമായിട്ടായിരുന്നു ഞാൻ അങ്ങനെ കാണുന്നത് അവനെ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ടെൻഷനായി. രാത്രി ആയപ്പം തണുപ്പും നല്ലോണം കൂടി. 2 ഡിഗ്രി 3 ഡിഗ്രി ആ റേഞ്ചിലായിരുന്നു തണുപ്പ് ഉണ്ടായിരുന്നത് അവിടെ. ഏകദേശം ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിലുള്ള കടയിൽ പോയിട്ട് ചൂടുവെള്ളവും വാങ്ങിച്ചിട്ട് ടെൻറ്റിലേക്ക് എത്തുമ്പോഴേക്കും അത് തണുത്ത വെള്ളമായിട്ടുണ്ടായിരുന്നു. അത്രയും തണുപ്പായിരുന്നു അവിടെ ആ സമയത്ത്. അന്ന് രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാനേ പറ്റിയില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ഇടിയും മഴയും. ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റിൻ്റെ സൈഡിലൊക്കെ പാറക്കല്ലുകളായിരുന്നേ. ഉറപ്പില്ലാത്ത മണ്ണായതുകൊണ്ട് തന്നെ ലാൻഡ് സ്ലൈഡിങ്ങിനും സാധ്യത കൂടുതലായിരുന്നു അവിടെ. ഞങ്ങളുടെ ടെൻറ്റിൻ്റെ സൈഡിലേക്കൂടിയൊക്കെ മഴവെള്ളം ഇങ്ങനെ ശക്തിയിൽ ഒലിച്ചു പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നേ. ഈ ഉറപ്പില്ലാത്ത മണ്ണായതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ ശക്തിയിൽ ഈ മണ്ണും അതിൻ്റെ കൂടെ കല്ലും പാറയും എല്ലാം ഒഴിച്ച് താഴത്തേക്ക് വരുമെന്നൊക്കെ പേടിയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പേടിച്ചിട്ട് അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. മോൻ്റെ പനി, തണുപ്പ്, മഴ, ഇടി, ലാൻഡ് സ്ലൈഡിങ് പേടി, അങ്ങനെ മൊത്തത്തിൽ ശുഭരാത്രിയായിരുന്നു അന്ന്. നാളെ വരാനിരിക്കുന്നത് അതുക്കും മേലെ.